Hello dears, welcome back to Thunder Kitchen Recipes. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ബോൾസ് കറിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. മലബാറി ചിക്കൻ കോഫ്ത കറിയാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിൻസ്ഡ് ചിക്കനാണ് നമുക്ക് വേണ്ടത്. അത് ഞാനൊരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിനുള്ള ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇടണം. കൊത്തി അരിഞ്ഞാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ കൊത്തി അരിഞ്ഞ കോറിയാണ്ടർ ലീവ്സും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. അതിനുശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ചതിലേക്ക് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബാറ്റർ കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. നല്ലതുപോലെ ഫ്രൈ ആയി ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് 2 സെറ്റായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അതിനുവേണ്ടി പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 1 ഏലക്ക, 4 ഗ്രാമ്പു ചേർത്തിട്ടൊന്ന് ചൂടാക്കുക. ഇത് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഒരു വലിയ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയായി ചോപ്പ് ചെയ്ത സവാള ആയിരിക്കണം ഇതിന്. നല്ലതുപോലെ നല്ല പൊടി പോലെ ചോപ്പ് ചെയ്യണം, എന്നാലേ ഗ്രേവി നന്നായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് സവാളയും എല്ലാം കൂടി വഴറ്റി സവാളയുടെ നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാള നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കോറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 3/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി പൊടിയായി ചോപ്പ് ചെയ്തത് ചേർത്ത് തക്കാളി നന്നായിട്ട് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു 8-10 കശുവണ്ടി കുതിർത്തിയതും കുറച്ച് കോറിയാണ്ടർ ലീവ്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ 2-3 മിൻറ്റ് ലീവ്സ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ കശുവണ്ടിയും കോറിയാണ്ടർ ലീവ്സും നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പേസ്റ്റാക്കിയ മസാല ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയും കോറിയാണ്ടർ ലീവ്സും അരച്ച പേസ്റ്റാണ് അത്. മിക്സിയുടെ ജാറിലുള്ള അരപ്പ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മസാലയുമായിട്ട് കുക്ക് ചെയ്യാം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് ഇതെല്ലാം ഈ ഗ്രേവിയുമായിട്ട് ചേരുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്കുള്ള
പാലാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ 2 കപ്പോളം പാലാണ് കുറേശ്ശെ ചേർത്ത് ഈ മസാലയുമായിട്ട് അഴിപ്പിച്ചെടുത്തത്. 2ാം പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റോളം തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബോൾസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ബോൾസ് എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ബോൾസ് ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി ചിക്കൻ ബോൾസിലൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നിങ്ങൾ ടേസ്റ്റിനുള്ള ഉപ്പ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പോരാത്തതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കോറിയൻഡർ ലീവ്സ് തൂവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ബോൾസ് കറി, അതായത് ചിക്കൻ കോഫ്ത കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിനും ഇടിയപ്പത്തിനും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ സാധാരണ ചോറിനും ഈ കറി കൂടെ കഴിക്കാവുന്നതാണ്. വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.